ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. കാലത്തന്നെ നമുക്ക് 2 പന്നിക്കുട്ടന്മാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെയോ തിന്നുകൊണ്ടിരിക്കുന്ന അതിനുള്ളിൽ. അപ്പം നമ്മൾ നേരെ ഒന്ന് കാലത്ത് കുറച്ച് കുടിവെള്ളം എടുക്കാനായിട്ട് പോവുക. നമ്മളുടെ വെള്ളം സ്റ്റോക്ക് കഴിഞ്ഞപ്പോൾ കുടിവെടുക്കാനായിട്ട് പോവുക. അവിടെ അച്ഛൻ്റെ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പം അച്ഛൻ കൂടി വന്നിട്ട് നമ്മൾ നേരെ വെള്ളം ഫില്ല് ചെയ്യുക, തിരിച്ച് വീണ്ടും റിട്ടേൺ വന്ന് ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നേരെ പോകും. ഫുഡ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് പോകണം. ഇതാണ് ഇവിടുത്തെ നമ്മുടെ പ്യൂരിഫൈ വാട്ടറിൻ്റെ സിസ്റ്റം. നമ്മൾ ഇതിൽ കോയിൻ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് നമുക്കിപ്പോൾ 5 രൂപയ്ക്ക് 20 ലിറ്റർ വെള്ളമാണ് കിട്ടിയത്. 5 രൂപയ്ക്ക് നമ്മളിത് ഫില്ലാവും. നമ്മളിപ്പോൾ പ്യൂരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതാ ഇഡ്ഡലി കണ്ട് സൂപ്പർ. എന്തരാ ആണോട്ടാ. അപ്പൊ നമ്മളിത് ഭക്ഷണമൊക്കെ കഴിച്ചിനിപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പെട്ടെന്ന് നോക്കട്ടെ. ഓക്കെ കഴിച്ച് ഇനി വണ്ടി കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റേ ചെയ്ത റൂമിന്റെ ചുറ്റുഭാഗമാണ് ഇതൊക്കെ. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്കൊരു കാറ്റാടിപ്പാടം പോലെ ഒരു സെറ്റപ്പ് കാണാം. ടോപ്പ് എന്നൊരു വ്യൂ. എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ്. കുട്ട അവിടെ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ കയ്യും കാലം പിടിച്ച് പോകണമെന്നാണ്. അതുകൊണ്ടൊരു നല്ലൊരു കുറച്ച് മൗണ്ടൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് തനിയൊരു കർണാടക തമിഴ്നാട് ടച്ചുള്ളൊരു സെറ്റപ്പിലൊരു നമുക്കൊരു ഏരിയ കിട്ടി. അതുകൊണ്ട് കാണാൻ നല്ല അടിപൊളിയുണ്ട്. അതോട്ടാ എങ്ങണ്ട് സൂപ്പറാ. അത്രേ ഉള്ളൂ. അപ്പം അതേ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കാണാം കേട്ടോ. പഴയ സെറ്റപ്പ് തന്നെ. ഇതിന് മുകളിൽ സാധനം മാറ്റി ഒരു ബക്കറ്റ് ഉണ്ടായി. ആ ബക്കറ്റ് നേരെ ബാക്കിൽ തട്ടി ബാഗ് കിടക്ക എല്ലാം സെറ്റ്. വെള്ളം ഒക്കെ ഫിൽഡാണ്. ഡ്രൈവിംഗ് സീറ്റ് എല്ലാം സെറ്റാണ്. അടിപൊളി. അപ്പോൾ ഇത് നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ ചുറ്റുഭാഗമാണ് ഇതൊക്കെ. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്കൊരു കാറ്റാടിപ്പാടം പോലെ ഒരു സെറ്റപ്പ് കാണാം. ടോപ്പ് എന്നൊരു വ്യൂ. എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ്. കുട്ട അവിടെ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ കയ്യും കാലം പിടിച്ച് പോകണമെന്നാണ്. അതുകൊണ്ടൊരു നല്ലൊരു കുറച്ച് മൗണ്ടൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് തനിയൊരു കർണാടക തമിഴ്നാട് ടച്ചുള്ളൊരു സെറ്റപ്പിലൊരു നമുക്കൊരു ഏരിയ കിട്ടി. അതുകൊണ്ട് കാണാൻ നല്ല അടിപൊളിയുണ്ട്. അതോട്ടാ എങ്ങണ്ട് സൂപ്പറാ. അത്രേ ഉള്ളൂ. मैं 500 रुपये का बम डालने वाला नहीं है. मैं फुल टैंक मारने के लिए आएगा. मैं जाने जाएगा, दूसरे में जाएगा. किसको लॉस होगा? तुम्हारा ऑर्डर तो तेरे को नहीं है, तेरे को पगार मिलेगा. समझ गया? अभी सेकंड बात बोलते कार्ड नहीं रख सकते. कार्ड नहीं है हमको. ये लोग को बोलने में इजी है. प्रॉब्लम सही करना है भैया. इतना मशीन नहीं था, इसमें चार्ज भी नहीं किया. ഈ വണ്ടിയിലായിട്ട് ചെറിയ കുട്ടിയാണ് വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. മടിയിലിരിക്കാൻ കൊതിയായിട്ട് മടിയിലിരിക്കാനായിട്ട് അമ്മണി ചുണ്ടുമണി നേരെ നമ്മുടെ നാട്ടില് ഒരു കാലത്ത് നമ്മുടെ ഏരിയയിൽ ഉണ്ടായിരുന്ന ഇഷ്ടിക പാടങ്ങളിലുണ്ടായിരുന്ന ഇഷ്ടിക ചൂളകളാണ്. അന്ന് ഇഷ്ടികകളൊക്കെ ഇവിടേക്കാണ് കൂടുതൽ കയറി പോയിരുന്നത്, ഈ നാട്ടിലേക്ക്. അതുകൊണ്ട് വലിയ രീതിയിൽ ബിസിനസ് ആയിരുന്നു. ഇപ്പൊ അത് മുഴുവനും ഇവിടെയാണ് കേട്ടാ. ഇവര് പഠിച്ചു എങ്ങനെയാണ് ഇഷ്ടിക ഉണ്ടാക്കുക. പാടത്ത് നിന്ന് കളിമണ്ണെടുത്ത് നമ്മളവിടെ കളിമണ്ണെടുക്കാൻ പാടില്ല എന്നുള്ള നിരോധനമൊക്കെ വന്നു. നമ്മളോട് നിരോധിച്ചത് വേറെ ഒന്നുമല്ല, നാളേക്കുള്ളൊരു ചിന്തയുണ്ട്. നാളെ എന്നുള്ളൊരു ചിന്ത ഇല്ലാത്തതുകൊണ്ട് ഇവര് ഈ പാടൊക്കെ എടുത്ത് ഇഷ്ടിക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങളിലൊന്ന് പറയണത്. ഇത് നമ്മുടെ ബെൽഗാവിനടുത്തുള്ള ഒരു സ്ഥലമാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് റോട്ടിൽ കൂടെ ഹൈവേ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടായിരുന്നു. അവിടെ മറ്റേ പോത്തുകളുടെയും പിന്നെ പശുക്കളുടെ ഒക്കെ ഇതുപോലെ വിൽക്കാൻ നിൽക്കുന്നു നമ്മുടെ ലേലത്തിന്. അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പുറത്തെ ഇതേപോലെ തന്നെ അപ്പുറത്തൊക്കെ ഉണ്ടാവില്ലേ കുറേ സംഭവമുണ്ട് ഇതേപോലെ. എല്ലായിടത്തും ഓരോ ആൾക്കാരും അടിപൊളി പശുക്കളൊക്കെയാണ്. മേടിക്കുന്ന ആൾക്കാർക്ക് കൈയോടെ കയറും പിന്നെ അതിന്റെ കഴുത്തിലോട്ടുള്ള മണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ എല്ലാ കാര്യങ്ങളുണ്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ. മേടിക്കുമ്പോൾ കൈയോടെ മണിയൊക്കെ കെട്ടിട്ട് തന്നെ പോവാം. എല്ലാ സംഭവം ഉണ്ട്.
ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന കാളകള്. ഇതൊക്കെ നമ്മുടെ കാളകളാണ്. ഭയങ്കര സൈസ് സാധനങ്ങള്, നല്ല അടിപൊളി ഉഷാർ സാധനങ്ങളെല്ലാം. ഇവിടെ ഇപ്പോൾ കച്ചവടം, എനിക്കൊന്ന് ആ ഭാഗത്ത് കച്ചവടം ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്കതേ പോയി നോക്കിയിട്ട് വരാം എന്ത് സംഭവം. ഇതാണ് ഈ കച്ചവടം നടക്കുന്നത് ഇവിടെ. മേടിക്കാവുന്ന ആൾക്കാരാ. ये दोनों को कितना होगा? 1 लाख? हाँ, 1,50,000. 1,50,000 രൂപയുടെ 2 ഇതാണ് കാണാൻ. അടിപൊളി കാണാണ്. ഇതെല്ലാം ഇതിന്റെ സ്ഥലം തന്നെ. ഇതെല്ലാം മിക്കാളാണ് സംഭവം. നമ്മളവിടൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇതേപോലെ. പക്ഷെ ഇതൊരു വെറൈറ്റി പോലെ തോന്നി കണ്ടപ്പോ. നമ്മൾ ഫ്രഷപ്പിന് വേണ്ടി നിർത്തിയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പൂനെക്ക് ഇനി ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 350 കിലോമീറ്ററോളം പൂനെക്ക് ഇവിടുന്നുണ്ട്. ഫ്രഷപ്പ് കഴിഞ്ഞു എല്ലാവരും തിരിച്ച് കയറാണ് വണ്ടിക്ക്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പെപ്സി മേടിച്ചിട്ടുണ്ടായി. പെപ്സിക്ക് ഓൾമോസ്റ്റ് ഒന്നിന് 20 രൂപ. പെപ്സിക്ക് എത്ര കൂട്ടാ? 25 രൂപ അല്ലേ? 25 രൂപ, 20 രൂപയുടെ പെപ്സിക്ക്. ചോദിച്ചാൽ പറയാ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാനുള്ള പൈസയാണ് 5 രൂപ എന്നുള്ളത്. നമ്മളെന്തിനാവട്ടെ, നമ്മുടെ കാര്യം നടക്കല് വേണ്ടി വെച്ച് ഞാൻ മേടിച്ച്. പിന്നെ അത് 2 ലേസ് മേടിച്ച്. അത്ര തന്നെ. ബാക്കി നമുക്ക് പൂണയ്യാണ്. ഓക്കെ, ബൈ. പൊട്ടന്മാർ വരെ പൊട്ടം കടിച്ച് ഇനിയിപ്പോ ഇവിടുന്ന് നമ്മളിത് ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇവിടെ നേരെ ഇനി പൂനെക്ക് ഓൾമോസ്റ്റ് ഒരു 300 കിലോമീറ്ററോളം ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നേരെ എടുക്കാം. നമുക്ക് ഫുഡ് കഴിക്കുന്ന അടിപൊളി സ്ഥലത്താട്ടാ. അവിടെ ഉണ്ടാവും. ഇവിടെ വേറെന്തോ കൃഷിയാണ്. ഇവിടെ മറ്റേ ചോളത്തിന്റെ കൃഷിയുണ്ട്. അവിടെ അതേപോലെ ചോളത്തിന്റെ കൃഷിയുണ്ട്. സംഭവം ഒരു അടിപൊളി സ്പോട്ടായിരുന്നു. ഹൈവേയുടെ തൊട്ടടുത്താണ് സംഭവം. കൊള്ളാം, അടിപൊളിയായിട്ട് എന്തായാലും. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്ര എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇനി മഹാരാഷ്ട്ര വിശേഷങ്ങളായിട്ട് കാണാം. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലാണ്. ഇവിടെ ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 7 മണിയായി. ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ വെളിച്ചം, ഇരുട്ടായിട്ടില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊരു 6 മണി 6:30 പോലെയാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. എന്തായാലും കാലത്ത് നേരത്തെ 5 മണിയാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ 6 മണി വരെയാവും. ഭയങ്കര രസമായിട്ട്. എന്തായാലും നമുക്ക് രാത്രിയാണ് കാഴ്ചകളായിട്ട് പോവാം. ഓൾമോസ്റ്റ് സിറ്റി ഒക്കെ എത്താറായി. പൂനെ സിറ്റി എത്താറായി. അപ്പൊ അതിനൊരു തുടക്കമാണ്. ഇതൊക്കെ ഉണ്ടാവും. ഈ ചെറിയ ചെറിയ മാൾപൊട്ടൊക്കെ പോലെ കാണുന്നത് ഫുള്ള് വീടുകളും ഫ്ലാറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പൂനെ സിറ്റിയുടെ ഒക്കെ ഒരു തുടക്കമാണ് ഇതൊക്കെ. കൊള്ളാല്ലേ ഗൈസ്. ഞാനമ്മയും കൂടിയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കാണ്. നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട്, പച്ചക്കറികൾ മേടിക്കാനായിട്ട്, നാടത്തേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള നൂലപ്പം മുട്ടക്കറി അല്ലേ മേ? അപ്പോൾ നൂലപ്പം മുട്ടക്കറിക്ക് വേണ്ടിയുള്ള കുറച്ച് പച്ചക്കറികൾ കുറച്ചൊക്കെ നമ്മുടെ ഉണ്ട്. കുറച്ച് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിക്കാണ്.
അപ്പോൾ കട തപ്പിയിട്ടൊന്ന് നടക്കുക. അപ്പോൾ കടയും കൂടി ഒന്ന് കിട്ടിയാൽ അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് നമ്മൾ ഇന്നത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ലിവിങ് ഏരിയ ആണ്. ഒരു സോഫ, ഒരു ടേബിൾ, ഇത് പിന്നെ അത് അമ്മണി ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു റൂമുണ്ട്, AC ആണ്. പിന്നെ ഒരിക്കലും നല്ലൊരു വാഷ്റൂമുണ്ട്. ഇവിടെ നല്ലൊരു വാഷ്റൂമുണ്ട്. പിന്നെ അതേപോലെ അങ്ങനെ വരുമ്പോൾ ഒരു വർക്കിംഗ് ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇതൊരു വാഷ്റൂമാണ്. അവിടെ കുട്ടൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു നമ്മുടെ ഒരു വാഷ് ബേസ് കാര്യങ്ങൾ. ഇവിടേക്ക് വരുമ്പോൾ നമുക്കൊരു ബെഡ്റൂം കൂടി ഉണ്ട്. ഇതും AC ആണ്. ഇതൊരു ബാൽക്കണിയാണ്. ബാൽക്കണി പിന്നെ ഇവിടെ 2 ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 2 ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹൈലൈറ്റ് എന്താ പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ബാൽക്കണി കൂടി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. നമുക്ക് തുറക്കുമ്പോൾ ഇങ്ങനൊരു അടിപൊളി ബാൽക്കണിയാണ് ഇത്. കണ്ടോ, പൂവനയുടെ നമ്മൾ നിൽക്കുന്ന ഏരിയ നമുക്ക് പക്കയായിട്ട് കാണാൻ പറ്റും. അടിപൊളിയായിട്ട് ഒരു അടിപൊളി മോർണിംഗ് വൈബൊക്കെ ഉള്ളൊരു ബാൽക്കണി കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത്. നേരെ വരുമ്പോൾ നമുക്കിവിടെ ഒരു ഇന്നത്തെ ഫുഡാട്ടോ, ഓംലെറ്റ്, ഇഡ്ഡലി, പിന്നെ ചോറ്, മീൻകറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ കിച്ചൺ, ഫ്രിഡ്ജ്, നമുക്ക് അയണിങ് ചെയ്യാനുള്ള ടേബിൾ, മെയിൻ ഹൈലൈറ്റ് വാഷിംഗ് മെഷീൻ ഇതുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. അത്രയുള്ള കാര്യങ്ങൾ. ബാക്കി നമുക്ക് ഫുഡ് വെച്ച് വന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഡേ 2 ഇവിടെ അവസാനിക്കാണ്. അപ്പോൾ ഡേ 3 നാളെ നമുക്ക് കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.